അങ്ങനെയുള്ളവരിൽ നിന്ന് കിട്ടിയതോ വാങ്ങിച്ചതോ ആയിട്ടുള്ള പരാതി, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അനിലിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ച ഒരു സാഹചര്യം സൃഷ്ടിച്ചത് CPM നേതൃത്വവും തിരുവനന്തപുരത്തെ പോലീസും ചേർന്നാണ് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വസ്തുതകൾ പുറത്തുവരണം, അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കൌൺസിലർ കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങൾ നേരിട്ട് മാധ്യമങ്ങൾക്കടക്കം കിട്ടിയ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു കൌൺസിലർക്ക് രാജിവെച്ചു പോകേണ്ടി വന്ന സാഹചര്യമുണ്ടായപ്പോൾ അതിനെ മറികടക്കാനും CPM-ന്റെ കോർപ്പറേഷൻ ഭരണത്തിലും സംസ്ഥാന ഭരണത്തിലും നടക്കുന്ന അഴിമതി കഥകൾ, ആ അഴിമതി കഥകൾ കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത, ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്തി അവർക്കെതിരായിട്ട് അവരെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമം, ആ ശ്രമത്തിന്റെ ഫലമാണ് അനിലിന്റെ ജീവൻ നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വിവരം. അതുകൊണ്ട് ഈ രാഷ്ട്രീയ വേട്ട CPM അവസാനിപ്പിക്കണം. പോലീസ് രാഷ്ട്രീയ യജമാനന്മാരുടെ താളത്തിലൊപ്പിച്ച് തുള്ളുന്ന സമീപനം, ആ സമീപനം അവസാനിപ്പിക്കണം. അനിലിന്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം നടക്കണം. രണ്ടാമത്തെ കാര്യം, ഈ കഴിഞ്ഞ ദിവസം വലിയ കൊട്ടിഘോഷിച്ച് നടത്തിയ AI സംഗമം, പമ്പയിൽ നടത്തിയ സംഗമം, അതൊരു വലിയ പരാജയമായിരുന്നു എന്നുള്ളത് വ്യക്തമായിരിക്കുക. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് എല്ലാവർക്കും അറിയാം, മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ആളില്ലെങ്കിൽ പിന്നെ അവിടെ സംഘടിപ്പിക്കുന്നവർക്ക് ഇരിക്കപ്പുറത്തി ഉണ്ടാകും. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ആളെ സംഘടിപ്പിച്ചു എന്നുള്ളതിനപ്പുറത്ത് ആ സംഗമത്തിൽ ആളില്ലായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. മാധ്യമങ്ങളെ അടക്കം അവഹേളിക്കുന്ന പ്രതികരണമാണ് അതിനെ സംബന്ധിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം നടത്തിയിട്ടുള്ളത്. കാരണം പരിപാടിക്ക് മുൻപുള്ള ദൃശ്യങ്ങൾ, ആളില്ലാത്ത കസേരകളുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ എടുത്ത് അത് മാധ്യമങ്ങൾ ഉപയോഗിച്ചു എന്നാണ് ഇപ്പോ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ വസ്തുതാവിരുദ്ധമായിട്ട്, മാധ്യമങ്ങൾ അവരുടെ വളരെ നല്ല ബന്ധമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്, പക്ഷേ ആ ആൾക്കാരെ അവഹേളിക്കുകയും ആ ആളുകളെ ആക്ഷേപിക്കുകയും ചെയ്യുന്നത് CPM അവസാനിപ്പിക്കണം എന്നും കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി അതിൽ സൂചിപ്പിക്കാറുള്ളത്, ബഹുമാന്യനായിട്ടുള്ള മന്ത്രി ശ്രീ വാസവനോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. ഇത്രയും കാലം നിങ്ങൾ ആക്ഷേപിച്ചിരുന്ന ആളാണ് യോഗി ആദിത്യനാഥ്. യോഗി ആദിത്യനാഥ് വളരെ ബഹുമാന്യനാണ്, അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വലിയ വിലയുണ്ട് എന്നുള്ളത് അദ്ദേഹം പൊതുവേദിയിൽ വന്ന് യോഗി ആദിത്യനാഥിന്റെ സർട്ടിഫിക്കറ്റ് വായിച്ച് അതിൽ പുറകെ കൊടുക്കുന്നത് കണ്ടു. കഴിഞ്ഞ നമ്മുടെ വിഴിഞ്ഞത്ത്, ആ വിഴിഞ്ഞത്ത് ചേട്ടാ ലൈറ്റ് കട്ടാവുന്നോണ്ടുള്ള ബുദ്ധിമുട്ടാ, മുഖം കാണാൻ പറ്റുന്നില്ല, ചേട്ടന്റെ മുഖം കാണാൻ പറ്റുന്നില്ല. നമ്മൾ കണ്ടു വസ്തുതകൾ ഇങ്ങനെ ഓരോ സന്ദർഭത്തിൽ പുറത്തു വരുന്നത്. വാസവൻ മന്ത്രി അങ്ങനെയുള്ള ഒരാളാണ്. വിഴിഞ്ഞത്ത് അദ്ദേഹം പറഞ്ഞു അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണ്, ഞങ്ങളുടെ പങ്കാളിയാണ്. ഇപ്പോ അദ്ദേഹത്തിന് യോഗി ആദിത്യനാഥിനോട് വളരെ ബഹുമാനമുണ്ട്, ആദരവുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. പക്ഷെ ഒരു കാര്യം എനിക്ക് കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്നത്, ഈ അയ്യപ്പ സംഗമത്തിലൂടെ ശബരിമലയുടെ വികസനം
പങ്കാളിത്തത്തിലൂടെ നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഈ അയ്യപ്പ സംഗമം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. അങ്ങനെ എത്ര കോടി രൂപ സ്വകാര്യ പങ്കാളിത്തം എന്നുള്ളതിനെ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ലഭിക്കും എന്നുള്ളത് ഈ അയ്യപ്പ സംഗമത്തിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആരൊക്കെയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള സ്പോൺസർമാരായിട്ട് വന്നിട്ടുള്ളത്? ഈ വസ്തുതകൾ നിയമസഭാ സമ്മേളനം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. നിയമസഭയിലെങ്കിലും ഈ വിവരം വെളിപ്പെടുത്തണം എന്നാണ് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയോട് ഞാൻ പ്രത്യേകിച്ച് ആവർത്തിച്ച് പറയുകയാണ്. ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി, ഞാനത് കൃത്യമായിട്ട് പാലിക്കുന്നത്, ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയോട് എനിക്ക് ആവശ്യപ്പെടാൻ. മൂന്നാമതൊരു കാര്യം, നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള ധനകാര്യമന്ത്രി അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് 8,000 കോടി രൂപ കേരളത്തിന് നഷ്ടമുണ്ടാകും. ഇന്നിപ്പോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 10,000 കോടിയാവും. കോടികൾക്ക് ഒരു വിലയില്ലാത്ത സ്ഥിതിയാണ്. ഈ 8,000 കോടി എന്ന് GST കൌൺസിൽ കഴിഞ്ഞപ്പോൾ പറഞ്ഞ മന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്നത് 10,000 കോടി കേരളത്തിന് നഷ്ടമുണ്ടാകും. രാജ്യത്താകമാനം 42,000 കോടി രൂപ ഇതിന്റെ പേരിൽ ബുദ്ധിമുട്ടുണ്ടാകും. അത് മറികടക്കാനുള്ള വഴികൾ അത് കേന്ദ്ര സർക്കാർ ആസൂത്രണം ചെയ്യുന്നു എന്നാണ് കേന്ദ്ര ധനകാര്യമന്ത്രി അവരുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി 8,000, 10,000 എന്നൊക്കെ പറയുന്നത് ഏത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്? ആ വസ്തുതകളുടെ അടിസ്ഥാനം എന്താണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. അതോടൊപ്പം എല്ലാ വസ്തുക്കൾക്കും വില കുറയും, 423 വസ്തുക്കൾക്ക് വില കുറയുമെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇന്ന് രാവിലെ മുതൽ വാർത്ത കൊടുക്കുക. അപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് വസ്തുക്കൾക്ക് അവരുടെ ജീവിത ചെലവ് കുറയുന്നതിനോട് മന്ത്രിക്ക് വിരോധമുണ്ടോ, എതിർപ്പുണ്ടോ എന്നുകൂടി അറിയാൻ ആഗ്രഹിക്കുന്നു. മൊബൈൽ വെച്ച് ഉണ്ടാക്കുന്നുണ്ടോ? BJP എന്നാലും പറഞ്ഞിട്ടില്ല. നമ്മുടെ ആൾക്കാരെ നമ്മുടെ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ എന്ന് പറഞ്ഞാൽ ആരാ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയുണ്ടോ? അതായത് അദ്ദേഹം ഒരു സഹകരണ സംഘം നടത്തുന്നു. ആ സഹകരണ സംഘത്തിൽ വായ്പ കൊടുക്കുന്ന എല്ലാവരും അത് സഹകരണ സംഘത്തിലെ അംഗങ്ങളായിരിക്കും. അംഗങ്ങളായിട്ടുള്ള ആളുകൾ തിരിച്ചടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് കൊടുക്കുന്നത്. ആൾക്കാരൊക്കെ അവർക്ക് പ്രസിഡന്റിന് വേണ്ടപ്പെട്ട ആളായിരിക്കും. അല്ലല്ല, അതായത് വായ്പ എടുക്കുന്ന ആൾ മുഴുവൻ നമ്മുടെ ആളെന്നല്ല പറഞ്ഞു. ഒരു സഹകരണ സംഘത്തിൽ വായ്പ കൊടുക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. ആ ആൾക്കാരെ അദ്ദേഹം നമ്മുടെ ആൾക്കാർ എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? അതിൽ രാഷ്ട്രീയ ഒരു ആരോപണമായിട്ട് AKG സെന്ററിലെ പുതിയ എന്താ എന്റെ പേര് ക്യാപ്സ്യൂൾ, ആ ക്യാപ്സ്യൂൾ എന്തിനാ നിങ്ങളെല്ലാവരും ഉപയോഗിക്കുന്നത്? അല്ല, ആത്മഹത്യക്കുറിപ്പിൽ BJP ഇല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാനത് എന്റെ സുഹൃത്തെ, ഞാൻ ഇത്രയും നേരം വിശദീകരിച്ചത് വീണ്ടും ഈ വേലത്തു നിന്ന് നിങ്ങൾക്ക് ആവർത്തിക്കണം. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒന്നും കൂടി കേട്ടോ. എങ്ങനെ പാർട്ടി സഹായിക്കുന്നത്? പാർട്ടി പണം കൊടുക്കണമായിരുന്നു എന്നാണ് അല്ലേ? നിങ്ങൾ എന്താ ഉദ്ദേശം? എനിക്കറിയില്ല. പാർട്ടി ചർച്ച ചെയ്യുന്നു എന്ന് നിങ്ങൾ പറയുന്നു. സഹകരണ സംഘം CPM നടത്തുന്നത് പോലെ പാർട്ടി സഹകരണ സംഘം നടത്തുന്ന പതിവ് രീതി BJPക്കില്ല. BJP നേതാക്കന്മാരും പ്രവർത്തകരും നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവും. ചിലര് ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റാവും, ചിലര് പ്രസിഡന്റ്സ് അസോസിയേഷന്റെ ഭാരവാഹിയാവും. BJP അനുഭാവികളായിട്ടുള്ളത് നിങ്ങളുടെ ഇടയിലുണ്ട്. പക്ഷേ നിങ്ങളുടെ ഇടയിൽ BJPയുടെ ഫാക്ഷനുണ്ട്, CPMന്റെ ഫാക്ഷനുണ്ട്. CPMന്റെ ഔദ്യോഗികമായിട്ടുള്ള നയമാണ് എല്ലാ സ്ഥലത്തും ഈ പോലീസ് സ്റ്റേഷൻ അടക്കം ഫാക്ഷനുണ്ട്. കാരണം അത് CPMന്റെ സംഘടന രീതി, ഞങ്ങൾക്ക് ആ രീതി. അദ്ദേഹം പറഞ്ഞ വാക്കിനെ, വാചകത്തെ അദ്ദേഹം പറഞ്ഞ വാചകമാണ് ഞാൻ
ആളുകൾ എന്ന് പറഞ്ഞ BJP-ക്കാരെ കുറിച്ച് മാത്രമാണ്. ജനപ്രതിനിധിക്ക് ആ നാട്ടിലെ എല്ലാവരും നമ്മുടെ ആളുകൾ. CPM-നായിരിക്കും ശരി, കാരണം CPM-കാരായിട്ടുള്ള ആളുകൾ മാത്രം നമ്മുടെ ആളുകളും ബാക്കിയുള്ളവരൊക്കെ എതിരാളികൾ. എനിക്കറിയില്ല. അല്ല, അതുകൊണ്ട് ഇതിന് ഞാൻ അവർക്ക് പറയുന്നത് ഞങ്ങൾക്ക് കിട്ടിയ വിവരമാണ്. അതുകൊണ്ട് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണം. ഇപ്പൊ ഞാനിപ്പോ ഇതില് വീഡിയോ പറയുന്ന വിഷയമല്ല. അന്വേഷണം നടത്താൻ ഈ സാഹചര്യം തലേ ദിവസവും മറ്റൊരാളുടെയും അദ്ദേഹത്തിന്റെ പെരുമാറ്റം കൂടുതൽ അന്വേഷണം നടക്കണം ഞാൻ പറയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, 300 കോടിയുടെ വെട്ടിപ്പ് നടത്തിയ കരുവന്നൂരിൽ അവിടുത്തെ പ്രസിഡന്റിനെ പോലീസ് വിളിച്ചു വരുത്തിയിട്ടില്ല, കണ്ടലയിൽ വിളിച്ചു വരുത്തിയിട്ടില്ല. 6 കോടിയുടെ ബാധ്യതയുള്ള ഒരു സഹകരണ സംഘത്തിലെ പ്രസിഡന്റിന്റെ കാര്യത്തിൽ പോലീസിന് ഇത്ര വലിയ താല്പര്യം ആരുടെ താല്പര്യമാണ്? ഇതാണ് ഞങ്ങളുടെ സംശയം. അവരന്വേഷിക്കട്ടെ, അവർ വസ്തുതകൾ അന്വേഷിക്കട്ടെ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ. വസ്തുതകൾ പുറത്തുവരട്ടെ. അവരത് നിഷേധിക്കുന്നത് നമുക്ക് എന്ത് പറയാം? ഞങ്ങൾ തമ്മിലല്ലല്ലോ പറയട്ടെ. നിങ്ങളോട് പറയണ്ട, ഞങ്ങളോട് പറയും. കണ്ടലയിൽ പരാതി കൊടുത്ത 25 ആളെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഹാജരാക്കി തരാം. ഒരൊറ്റയാളെ എന്താ വിളിപ്പിക്കും? Hello, Moto. Do the moto. BJP-ക്കാരനായിട്ടുള്ള പ്രസിഡന്റിനെതിരായിട്ട് എടുക്കുന്ന സമീപനം, ആ സമീപനം CPM-ന്റെ രാഷ്ട്രീയ താല്പര്യപ്രകാരമാണ്. ഞാൻ പറയുന്നത് കണ്ടലയിൽ വിളിപ്പിക്കാത്ത പോലീസ് ഇവിടെ മാത്രം എന്താ വിളിപ്പിക്കുന്നത്? അതാണ് എന്റെ ചോദ്യം. അതാണ് സ്വാഭാവികമായിട്ടുള്ള മറുപടിയാണ്. സ്വാഭാവികമായിട്ടുള്ള നിങ്ങളുടെ ചോദ്യത്തിന് എന്റെ സ്വാഭാവികമായിട്ടുള്ള മറുപടി, 300 കോടിയുടെ വെട്ടിപ്പ് നടത്ത കരുവന്നൂരിൽ കാണിക്കാത്ത ശുഷ്കാന്തി കാണിക്കുന്നുണ്ട്. 57 കോടിയുടെ വെട്ടിപ്പ് നടന്ന കണ്ടലയിൽ അവിടുത്തെ പ്രസിഡന്റിനെ ഇതുവരെ വിളിപ്പിച്ചിട്ടില്ല. അല്ലെ, ശിവകുട്ടി പറയുന്നതിന് എല്ലാറ്റിനൊന്നും എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. കാരണം ശിവകുട്ടി പലതും പല സന്ദർഭങ്ങളിൽ പറയും. അത് കഴിഞ്ഞിട്ട് അടുത്ത നിമിഷത്തിൽ മാറ്റിയും പറയും. നിയമസഭയിൽ കാണിച്ച നാടകമൊക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞ അങ്ങനെ ഒരു സംഭവം ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ പറയട്ടെ, ഒരു കാര്യം പറയാം. BJP-യുടെ സംസ്ഥാന അധ്യക്ഷനോട് അദ്ദേഹം തന്റെ സഹപ്രവർത്തകന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള മരണം, ആ മരണത്തിന്റെ ഞെട്ടലിൽ നിൽക്കുന്ന ഒരു മനുഷ്യത്വം, അദ്ദേഹം ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിനോട് പ്രകോപനപരമായിട്ടുള്ള ചോദ്യങ്ങൾ, ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ വസ്തുതയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആരോപണം. കാരണം BJP-യാണ് ഇതെന്നുള്ളത് ഒരു കുറിപ്പിലുമില്ല. ഞാൻ ആ കുറിപ്പ്, നിങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ട കുറിപ്പ്, ആ കുറിപ്പിന്റെ ഒരു അംശം പരിഗണിക്കില്ല. ഞാൻ പറയട്ടെ, ഞാൻ പൂർത്തിയാക്കട്ടെ. എനിക്ക് എന്റെ ചോദ്യനോട് അല്ലല്ല, ഒരു അലക്സ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പൂർത്തിയാക്കണമെങ്കിൽ അലക്സ് അനുവദിക്കട്ടെ. അപ്പൊ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ആരോപണമായി ഉയർത്തുമ്പോൾ ഞങ്ങൾ ഒരേ രീതിയിലേക്ക് പ്രതികരിക്കുന്നത്, അദ്ദേഹം ആ സമയത്തുള്ള ഒരു വൈകാരിക അടിസ്ഥാനത്തിൽ ആ വൈകാരികമായിട്ട് അദ്ദേഹം പ്രതികരിച്ചു. അത്രയോ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ട് ഞാൻ
മൈക്ക് അങ്ങോട്ട് വരും. ജില്ലാ മൈക്ക് ചർച്ച ചെയ്തു. വ്യക്തിപരമായി പ്രസിഡന്റായിട്ടുള്ള ബാങ്കാണ്. അദ്ദേഹം ബി ജെ പി ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യേണ്ടത് കാര്യമൊന്നുമില്ല. കാരണം ചർച്ച ബി ജെ പി ജില്ലാ കമ്മിറ്റിക്കാർക്ക് ഉണ്ടായിരുന്നു. പ്രതിസന്ധി അദ്ദേഹം അത് സ്വാഭാവികമായും അദ്ദേഹം പാർട്ടി ഔദ്യോഗികമായി അറിയിക്കേണ്ട കാര്യം അറിയിക്കുന്നത്. നിങ്ങൾ ഈ CPM-ന്റെ ഭാഷ എടുത്തിട്ട് ബി ജെ പിയോട് ചോദിക്കുന്നത്. CPM-ല് ഞാൻ പിന്നെ കൂടുതൽ ഇതിലേക്ക് പോകുന്നില്ല. CPM-ൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യും, അവിടുത്തെ അമ്പല കമ്മിറ്റി എങ്ങനെ പിടിക്കണം എന്നുള്ളതൊക്കെ CPM ചർച്ച ചെയ്യും. ബി ജെ പി അതൊന്നും ചർച്ച ചെയ്യാറ്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി. അല്ല, അത് പ്രശ്നമാണോ ഇല്ലയോ ഞാൻ ചോദിക്കട്ടെ. CPM ഇതൊക്കെ ചർച്ച ചെയ്തിട്ട് എവിടെ എത്തിയെന്നുള്ളതും ഞങ്ങൾ ഇത് ചർച്ച ചെയ്യാതെ അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങൾ എത്തിയെന്നുള്ളത് ഞങ്ങൾക്കറിയാം. ആണ് BJP അല്ല വ്യക്തിപരമായിട്ടല്ലല്ലോ നടത്തുന്നത്. അല്ലല്ല, അതാ പറഞ്ഞത്. നിങ്ങൾ വാക്കുകൾ വളച്ചൊടിക്കരുത്. അല്ലല്ല, നിങ്ങൾ വാക്കുകൾ വളച്ചൊടിക്കരുത്. ഞാൻ പറഞ്ഞത് അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. വ്യക്തിപരമായി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി നടത്തുന്നതല്ല ഒരു സഹകരണ സംഘവും. ഒരു കൂട്ടം ആളുകളാണ് നടത്തുന്നത്. അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഡയറക്ടർ ബോർഡുണ്ട്. ആ ഡയറക്ടർ BJP ചിഹ്നത്തിലാണ് അവിടെ മത്സരിച്ചത്. അപ്പൊ അതുകൊണ്ട് BJPയുടെ രീതികൾ വേറെയാണ്. അത് നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കുക. മനസ്സിലാക്കിയിട്ടും CPM-ന്റെ ഭാഷ ചോദിക്കാനാണ് ആഗ്രഹിക്കുന്നത്, ചോദിക്കാം. ഞങ്ങൾക്ക് മറുപടി പറയട്ടെ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, അദ്ദേഹം പറഞ്ഞിട്ടില്ല. അല്ല, അതാ മനസ്സിലാക്കുന്നത് സ്വന്തം ഭാഷയിൽ ഉപയോഗിക്കുന്നു. ദയവ് ചെയ്ത് സഹകരണ സംഘമാണത്. ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ലോൺ കൊടുത്ത ആളുകള് നിക്ഷേപകർ വീഴ്ച വരുത്തിയാൽ എന്തുകൊണ്ട് കണ്ടലയിൽ എത്ര പ്രാവശ്യം വിളിപ്പിച്ചു, കരുവന്നൂരിൽ എത്ര പ്രാവശ്യം വിളിപ്പിച്ചു? നിങ്ങൾ കേരളത്തിലല്ലേ ജീവിക്കുന്നത്? നിങ്ങൾ ആകെ ഒരു ബാങ്ക് മാത്രമല്ല കാണുന്നത്. എനിക്കറിയില്ലല്ലോ. ഞാൻ ആ ബാങ്കിന്റെ വിവരങ്ങൾ എന്റെ കയ്യിലുണ്ട്. അവരുടെ ബാലൻസ് ഷീറ്റില്ല, റിപ്പോർട്ടില്ല. ഞാൻ ആ ബാങ്കിലെ മെമ്പറാണ്.